കേരള മീഡിയ പേഴ്സണൽസ് യൂണിയൻ കണ്ണൂർ ജില്ലാ മാധ്യമ ശില്പശാല ഡിസംബർ 14 ശനിയാഴ്ച ശ്രീകണ്ഠാപുരം കടവ് റിസോർട്ടിൽ വെച്ച് സംഘടിപ്പിച്ചു. കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ ജില്ലാ സെക്രട്ടറി ജിനോ ഫ്രാൻസിസ് സ്വാഗതം ആശംസിച്ചു. KMPU മടവൂർ അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ശില്പശാലയുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് സജീവ് ജോസഫ് നിർവഹിച്ചു. KMPU സംസ്ഥാന പ്രസിഡന്റ് റഫീഖ് M, സംസ്ഥാന ജനറൽ സെക്രട്ടറി സുധീഷ് ബാബു, സംസ്ഥാന ട്രഷറർ ബാബു CD എന്നിവർ ആശംസ അറിയിച്ച് സംസാരിച്ചു. തളിപ്പറമ്പ് ബാർ അസോസിയേഷൻ മെമ്പർ അഡ്വക്കേറ്റ് ബെന്നി ജോർജ് വിഷയാവതരണം നടത്തി. പ്രോഗ്രാം കോർഡിനേറ്റർ വിൽസൺ ചാക്കോ നന്ദി പറഞ്ഞു. കേരള മീഡിയ പേഴ്സണൽസ് യൂണിയൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ജിനോ ഫ്രാൻസിസിന്റെ നേതൃത്വത്തിൽ ചെറുപുഴയിൽ നിന്നും 8ഓളം മാധ്യമ പ്രവർത്തകർ ശില്പശാലയിൽ പങ്കെടുത്തു. നമ്മുടെ ഈ മാധ്യമ ശില്പശാലയുടെ ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് മടവൂർ അബ്ദുൽ ഖാദർ മാസ്റ്ററാണ്. മാഷെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഈ മാധ്യമ ശില്പശാല ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്നത് അഡ്വക്കേറ്റ് സജീവ് ജോസഫ് MLA അവർകളാണ്. അദ്ദേഹത്തെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുധീഷ് ബാബു അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. വിൽസൺ ചാക്കോ പ്രോഗ്രാം കോർഡിനേറ്റർ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. മാധ്യമ ശില്പശാലയിൽ ക്ലാസ് എടുക്കുന്ന വിഷയാവതരണത്തിൽ ക്ലാസ് എടുക്കുന്ന തളിപ്പറമ്പ് ബാർ അസോസിയേഷനിലെ അഡ്വക്കേറ്റ് ബെന്നി അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സംഘടനയുടെ എല്ലാമായ ടീച്ചറായിട്ട് ചെയ്തിക്ക 2 വ്യക്തികൾ ഇവിടെയുണ്ട്. അവരെ എപ്പോഴും നമ്മുടെ സംഘടനയെക്കുറിച്ച് ചിന്തിക്കുന്ന, പ്രവർത്തിക്കുന്ന, ആലോചിക്കുന്ന നമ്മുടെ നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. പലപ്പോഴും മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും വാദോരാതെ സംസാരിക്കുന്ന രാഷ്ട്രീയ നേതാക്കളാണ്, ഏത് സംഘടനയാകട്ടെ, പലരും സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമ്മൾ വാചാലമായി സംസാരിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും നമുക്ക് അതിനുള്ള അധികാരം ലഭിക്കുമ്പോൾ അത്തരത്തിലുള്ള സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കാനുള്ള സമീപനം പലപ്പോഴും പല മേഖലകളിലും വെച്ചു പുലർത്തുന്നത്, അത് ഇന്ത്യയാണെങ്കിലും മറ്റു രാജ്യങ്ങളാണെങ്കിലും നമ്മുടെ ലോക ജനാധിപത്യത്തിന് തന്നെ വിശ്വ മാനവികതയ്ക്ക് തന്നെ എതിരായ സങ്കല്പമാണ് എന്ന കാര്യം നമുക്ക് കാണാതിരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ മാധ്യമ പ്രവർത്തകർക്ക് പലപ്പോഴും അന്യായമായിട്ടുള്ള നിയമ നടപടികളുടെ പേരിൽ കോടതി കയറേണ്ട സാഹചര്യം ഉണ്ടാകാറുണ്ട്. ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നിങ്ങൾക്ക് നന്ദി ചെയ്യുന്നു. കാലത്ത് രാജാവിന്റെ ഇംഗിതങ്ങളാണ് രാജ്യത്തെ നിയമം എന്ന് പറയുന്നത്. ഫ്യൂഡൽ സംവിധാനത്തിൽ ഫ്യൂഡൽ പ്രഭുവിന്റെ താല്പര്യങ്ങളാണ് ആ പ്രദേശത്തെ നിയമം എന്ന് പറയുന്നത്. ഒരു സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടിൽ അവിടുത്തെ ഭരണാധികാരികൾ നിർമ്മിക്കുന്ന നിയമമാണ് അവിടുത്തെ നിയമം. നമുക്കറിയാം, ജനാധിപത്യമാണ് നമ്മുടെ രാജ്യത്തിനകത്ത്. ആ ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ നിർമ്മിക്കുന്ന നിയമത്തിനാണ് ജനാധിപത്യത്തിൽ നിയമം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആ ഒരു അർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിനകത്ത് നിയമം നിർമ്മിക്കപ്പെടുമ്പോൾ ആ നിയമം ആരുടെ പക്ഷത്താണ് നിൽക്കേണ്ടത്. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി പറഞ്ഞത്, അവസാനത്തവന്റെ നീതിയായിരിക്കണം എന്റെ രാജ്യത്തെ നിയമം എന്നാണ് മഹാത്മാഗാന്ധി പറഞ്ഞത്. നമുക്കറിയാം, ഈ മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നിങ്ങൾക്ക് അഭിമാനം നൽകുന്ന നിരവധിയായ കാര്യങ്ങളുണ്ട്. കാരണം ഞാനിവിടെ സ്വദേശാഭിമാനിയെ കുറിച്ച് സൂചിപ്പിക്കുമ്പോഴും നമ്മുടെ രാഷ്ട്രപിതാവ് ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നു. അങ്ങനെ നിരവധിയായ ഭരണാധികാരികളെ ഒക്കെ നാം പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ കഴിഞ്ഞുപോയ മുഖ്യമന്ത്രിമാർ EK നായനാരടക്കം മാധ്യമ പ്രവർത്തകരായിരുന്നു. ആ മാധ്യമ പ്രവർത്തകരാണ് ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്ന ഭരണാധികാരികളായി മാറിയെന്ന്. ഞാനിത് സൂചിപ്പിക്കുന്നത് ഈ മാധ്യമ പ്രവർത്തകർ ഏറ്റെടുക്കുന്ന തൊഴിലിടത്തിലുള്ള വെല്ലുവിളികൾ എന്നുള്ളത് അതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ നിയമത്തെ സംബന്ധിച്ച്, പുതിയ നിയമത്തെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ളൊരു നിയമ സാക്ഷരതാ ക്ലാസ് എന്നുള്ള നിലയിൽ ഇവിടെ ഈ പരിപാടി അവതരിപ്പിച്ചത്. ആ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിനകത്ത് പുതിയ 3 നിയമങ്ങൾ, ഏറ്റവും നിരവധി നിയമങ്ങൾ വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ രാജ്യത്തിനകത്ത് 2023 ഡിസംബർ മാസം 25-ാം തീയതി 3 നിയമങ്ങൾ ഇന്ത്യൻ രാഷ്ട്രപതി ഒപ്പുവെച്ച സാഹചര്യമുണ്ടായി. അതില് IPC, CRPC, എവിഡൻസ് ആക്ട്. നമ്മുടെ ഈ 3 നിയമങ്ങളെയാണ് പുതിയ പേരിൽ, പുതിയ രൂപത്തിൽ, പുതിയ ഭാവത്തിൽ ഇന്ത്യൻ പാർലമെന്റ് അവതരിപ്പിക്കുകയും 1/7/2024, അതായത് ജൂലൈ മാസം 1-ാം തീയതി ഇന്ത്യയിൽ അത് നടപ്പിലാവുകയും ചെയ്തു. ആ ഇന്ത്യൻ പീനൽ കോഡ് എന്ന ഇന്ത്യൻ ശിക്ഷാ നിയമം, അതാണ് ഭാരതീയ ന്യായ സംഹിത
എന്ന പേരോടുകൂടി ഇവിടെ വിഷയം ഭാരതീയ ന്യായ സംഹിതയെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. ആ നിയമത്തെക്കുറിച്ച് പറയുമ്പോൾ പരിചയപ്പെടുത്തുമ്പോൾ ഇന്ത്യൻ ശിക്ഷാ നിയമം, ഇന്ത്യൻ പീനൽ കോഡ്, അത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ നിയമം. 1860 ആ നിയമം പാസ്സാക്കുന്നത്. നമുക്കറിയാം ബ്രിട്ടീഷുകാര് ഇന്ത്യക്കാർക്ക് വേണ്ടി ഉണ്ടാക്കിയ നിയമമായിരുന്നു. ഇത്രയും കണ്ണൂർ ജില്ലയില് ഇത്രയും മാധ്യമ പ്രവർത്തകരെ നമുക്ക് ഒന്നിച്ച് കാണാൻ സാധിച്ചത് തന്നെ ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുകയാണ്. കാരണം നമ്മളെല്ലാവരും വ്യത്യസ്തമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരുപാട് തിരക്കുള്ള ആളുകൾ, ചേട്ടൻ പറഞ്ഞതുപോലെ കൃത്യസമയങ്ങളിൽ നമുക്ക് എത്തിപ്പെടാൻ സാധിക്കാത്ത ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. എങ്കിൽ പോലും നമ്മുടെ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് നമ്മൾ ഇന്നത്തെ ഈ ദിവസത്തിന് വേണ്ടി നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായും ഈ ശില്പശാലയില് നമുക്ക് വളരെ മനോഹരമായ രീതിയിൽ നമ്മുടെ ക്ലാസ്സുകൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ഡെന്നി ജോർജാണ്. ഈ സെഷനിൽ അദ്ദേഹമാണ് നമുക്ക് ക്ലാസ്സുകൾ എടുക്കുക. നമുക്ക് അറിയാം ഒരുപാട് സാറ് നമുക്ക് ക്ലാസ് എടുക്കും. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ ഈ കൂട്ടായ്മയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. അതുപോലെ നിങ്ങൾ എല്ലാവരെയും ഒരിക്കൽ കൂടി ഇന്നത്തെ ഈ മീറ്റിംഗിലേക്ക്, ഈ ക്ലാസ്സുകൾ കേൾക്കുന്നതിന് വേണ്ടിയിട്ട്, അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരെയും ഇന്നത്തെ ഈ മീറ്റിംഗിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ക്ലാസ്സുകൾ നിയന്ത്രിക്കുന്നതിനായിട്ട്, ക്ലാസ്സുകൾ നയിക്കുന്നതിനായിട്ട് ബഹുമാനപ്പെട്ട ഡെന്നി സാറിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ സംഘടന ഇതര സംഘടനകളിൽ നിന്ന് ഏറെ ദൂരം മുന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ചാലശക്തിയായി വർദ്ധിക്കുന്നത് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ലീഡേഴ്സാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ നമ്മൾ ഒരു മാസത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം മുമ്പ് നടത്താൻ തീരുമാനിച്ചിരുന്നതാണ്. അതിനുശേഷവും വളരെ ശക്തമായി സംഘടനയുടെ നിലപാടുകളിൽ സംഘടന ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഈ മാധ്യമ പ്രവർത്തകരായ നമുക്ക് എങ്ങനെ ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ മാധ്യമ പ്രവർത്തന രംഗത്ത് സജീവമായി പ്രവർത്തിക്കാൻ കഴിയും എന്നതിനെ കുറിച്ചൊക്കെ വളരെ വിശദീകരിച്ച് മടവൂർ മാഷ് നമുക്ക് നമ്മുടെ ആ യൂണിറ്റുകളിൽ നമ്മളോട് പലപ്പോഴും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ പ്രകാരമാണ് ഇന്നത്തെ ഇങ്ങനെ ഒരു സെഷൻ ഒരു മാധ്യമ ശില്പശാലയായിട്ട് വെക്കുവാനും അതിന് ഇന്ന് നമ്മൾ മാധ്യമ രംഗത്ത് ഉള്ള ആളുകൾ നേരിടുന്ന വിവിധ വിഷയങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ പ്രതിസന്ധികളെ കുറിച്ച് നമുക്ക് ഒരു ബോധോദയം, ഒരു അവയർനെസ് ഉണ്ടാകാൻ അത്യാവശ്യമാണെന്ന് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ശില്പശാല സംഘടിപ്പിക്കാൻ ഇടവരുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ KMU നമ്മുടെ MLA പറഞ്ഞ 1-2 കാര്യങ്ങൾ കൂടി ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്. മാധ്യമ പ്രവർത്തകർക്ക് തുച്ഛമായ വരുമാനം മാത്രമാണുള്ളത്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് മാധ്യമ പത്ര, ദൃശ്യ, ശ്രവ്യ, ഡിജിറ്റൽ മാധ്യമങ്ങൾ കൈകോർത്ത കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ NGO എന്നതിന് രജിസ്ട്രേഷൻ എടുത്തതും അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിരിക്കുന്നു. എന്തായാലും MLA പോലുള്ളവരുടെ സഹായം തീർച്ചയായിട്ടും ഇനി മുന്നോട്ടേക്ക് നമുക്ക് ആവശ്യമുണ്ട്. NGOയുടെ ചെയർമാൻ V. സെയ്ദും അതുപോലെ കൺവീനർ പീറ്റർ ഗേഡിന്റെയും അഹോരാത്രം വർക്ക് ചെയ്തതിന്റെ ഭാഗമായിട്ട് ഒട്ടനവധി പ്രൊജക്ടുകൾ തന്നെ നമുക്ക് മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അതിനൊക്കെ നമുക്ക് സർക്കാരിന്റെ സപ്പോർട്ട് കൂടി നമുക്ക് ആവശ്യമുണ്ട്. ഇനിയുള്ള NGO വർക്കുകളിലൂടെ കിട്ടുന്ന ലാഭവിഹിതം മാധ്യമ പ്രവർത്തകർ കൂടി ലഭിക്കുന്ന ഒരു സംവിധാനം കേരളത്തിൽ ഏക മാധ്യമ മേഖലയായ മാധ്യമ പ്രസ്ഥാനമായ KMU ആണ് വിഭാവനം ചെയ്തത്. അതുവഴി എല്ലാ അംഗങ്ങൾക്കും ഗുണം കിട്ടുന്നു എന്ന കാര്യം കൂടി ഞങ്ങൾ ഉറപ്പു നൽകുകയാണ്. ഒരുപാട് മാധ്യമ പ്രവർത്തകരുടെ സംഘടന നമ്മൾ കേട്ടിട്ടുണ്ട്. സർക്കാരിന്റെ ഗവൺമെന്റിന്റെ അംഗീകാരത്തോടുകൂടി ട്രേഡ് യൂണിയനായിട്ട് പ്രവർത്തിക്കുന്ന വളരെ മികവുറ്റ ഒരു സംഘടനയാണ് കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ. കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിൽ വേരോട്ടമുള്ള ഒരു സംഘടനയാണ് KMU. മറ്റ് സംഘടനകളെ അപേക്ഷിച്ച് ഈ സംഘടനയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളൊരു കുടുംബമാണ്, ഒരു കൂട്ടായ്മയാണ്. ഈ സംഘടനയിൽ അംഗത്വം ഒരാൾ
ഇടപാടുകളിലെ സുതാര്യത, 70 കോടിയിലധികം പ്രവർത്തന മൂലധനം, 18 വർഷത്തെ പ്രവർത്തന മികവിലൂടെ സഹകരണ മേഖലയിൽ ചരിത്ര നേട്ടം കുറിച്ച് ചെറുപുഴ മർച്ചന്റ്സ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശ നിരക്കും പൂർണ്ണ സുരക്ഷയും. 25 ലക്ഷം രൂപ വരെ വ്യക്തിഗത വായ്പകൾ, വ്യാപാരികൾക്ക് പരസ്പര ജാമ്യത്തിൽ ബിസിനസ് വായ്പകൾ, കർഷകർക്കും തൊഴിലാളികൾക്കും കുറഞ്ഞ തവണ വ്യവസ്ഥയിൽ വായ്പകൾ, കുറഞ്ഞ പലിശ നിരക്കിൽ വളരെ വേഗത്തിൽ സ്വർണ്ണ വായ്പ, സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ സൗകര്യം, ഇന്ത്യയിലെ ഏത് ബാങ്കുകളിലേക്കും പണം അയക്കാവുന്ന RTGS NEFT സൗകര്യം. ചെറുപുഴ, പെരിങ്ങോം, വയക്കര പഞ്ചായത്ത് പരിധികളിലായി 3 ബ്രാഞ്ചുകൾ. ഇച്ഛാശക്തിയുള്ള ഭരണസമിതി, ജനകീയമായി ഇടപെടലുകൾ നടത്താനും അറിയുന്ന ജീവനക്കാർ. നിങ്ങളുടെ ധനകാര്യ ഇടപാടുകൾക്ക് ഏറ്റവും വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം ചെറുപുഴ മർച്ചന്റ്സ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഹെഡ് ഓഫീസ് ചെറുപുഴ. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ: മെയിൻ ബ്രാഞ്ച് ചെറുപുഴ, ഫോൺ 04985243255. ഈവനിംഗ് ബ്രാഞ്ച് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ, ഫോൺ 04985242255. പാടിയൂട്ടുചാൽ ബ്രാഞ്ച്, ഫോൺ 04985242155.